അപ്പോൾ ദാവൂദ് നബിയുടെ പ്രത്യേകത അതായിരുന്നു, ഇരുമ്പ് കയ്യെ പിടിച്ചാൽ അതിങ്ങനെ നീളും, പിന്നെ അതുകൊണ്ട് ഇങ്ങനെയായിരുന്നു. എന്നാൽ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിൽ കാണാം, തൻ്റെ കയ്യിൻ്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊടുക്കലായിരുന്നു. കയ്യിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം കൊടുക്കും. യുദ്ധത്തിന് പോകുമ്പോൾ വെള്ളമില്ലാതെ വിഷമിച്ചിട്ട് സഹാബാക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ആ പാത്രത്തിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് കൈയിൻ്റെ വിരലിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ, ലോകത്ത് ലഭ്യമായ വെള്ളങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള വെള്ളം നബിയുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്ന വെള്ളമാണ്. വഅഫ്ളലുൽ മിയാഇ മാഉൻ ഖദ് നബ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫാനയിലു മിസ്റ സുമ്മ ബാഖിൽ അൻഹുറു. പ്രപഞ്ചത്തിൽ ലഭ്യമായ വെള്ളത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള വെള്ളം നബിയുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്ന വെള്ളമാണ്. രണ്ടാം സ്ഥാനമാണ് സംസമിനുള്ളത്. മൂന്നാം സ്ഥാനമാണ് ഹൗദുൽ കൗസറിനുള്ളത്. നാലാം സ്ഥാനമുള്ളത് നൈൽ നദിയിലെ വെള്ളത്തിനാണ്. കാരണം മൂസാ നബിയെ രക്ഷപ്പെടുത്തിയ വെള്ളമാണത്. സുമ്മ ബാക്കിൽ അൻഹുറു, അത് കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനം എല്ലാ പുഴയിലും ഉള്ള വെള്ളങ്ങൾക്കാണ്. പുഴവെള്ളം എന്ന് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ളതാണ്. മനുഷ്യൻ ചെയ്യുന്ന അതിക്രമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിക്രമം പുഴയോട് ചെയ്യുന്ന അതിക്രമമാണ്. ഭൂമിയിൽ ലഭ്യമാകുന്ന വെള്ളങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്നത് പുഴയിലെ വെള്ളമാണ്. എന്നാൽ ആ വെള്ളത്തോടാണ് മനുഷ്യൻ വളരെ ക്രൂരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. അപ്പം അങ്ങനെ നബിതങ്ങൾ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ്. ചില കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വാസം വരാത്തതുകൊണ്ട് വലിയ അപകടം ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം. എല്ലാവർക്കും ദാരിദ്ര്യം പേടിയാണ്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ദാരിദ്ര്യം വരാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് ഇനിയും അല്പം ഭക്ഷണം ബാക്കി വെച്ചു. മുഹമ്മദ് നബി ഒമിനൽ യസീരി സഖാവാത്അമ ജൈശഹു ഹത്തഖതഫൗ വയസീറുഹു ലം യംഫദി. ഒമിനൽ യസീരി, കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന്, സഖ വെള്ളം കുടിപ്പിച്ചു, വാത്അമ ജൈശഹു തൻ്റെ സൈന്യത്തിന് ഭക്ഷണവും കൊടുത്തു. ഹത്തഖതഫൗ അവർക്ക് എല്ലാവർക്കും മതിയായി, വലം യൻഫദി എന്നിട്ടും ഭക്ഷണം തീർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ദാരിദ്ര്യം വരാതിരിക്കാൻ ഒരു വഴിയുണ്ട്. ഇതാവക്കാൻ സൂറത്ത് ഓതിയാ മതി എന്ന് പറഞ്ഞിട്ട് ഞമ്മക്ക് അതാണ്ട് വിശ്വാസം വരുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഇതാവക്കാൻ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ട് നമുക്കത് വിശ്വാസം വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതാവക്കാൻ ഓതാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് വിശ്വാസം വന്നൊരു മനുഷ്യനോട് ദാരിദ്ര്യം ഉണ്ടാവില്ല. ആ കാര്യം ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ധാരണകളല്ല, ഉറപ്പുകളാണ്. ഇൻഹുവ ഇല്ലാ വഹിയൂഹ, വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബിതങ്ങൾ ഒന്നും പറയണില്ല. അപ്പം നമുക്കത് വിശ്വാസം വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കതാണ് വിശ്വാസം വരണം. ഞാൻ പറഞ്ഞത് അമ്പിയാക്കളുമായി നമ്മളിങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ എല്ലാ നബിമാരേക്കാളും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത് കാണാം. ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ എല്ലാ അമ്പിയാക്കൾക്കും തൻ്റെ ഉമ്മത്തികൾക്ക് വെള്ളം കൊടുക്കാൻ ഹൗലുണ്ട് എന്ന് ഹദീസിലുണ്ട്. എന്നാൽ നബിതങ്ങൾക്കുള്ള ഹൗലാണ് ഹൗലുൽ കൗസർ. ആദ്യമായി വെള്ളം കൊടുക്കൽ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഫസ്റ്റ് വെള്ളം കൊടുക്കൽ അവിടെ നിന്നാണ് ആരംഭിക്കുക. ഒരു കോപ്പ കുടിച്ചാൽ ലായതുമു ബഅദഹു അബദാ, അതിനുശേഷം ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. ഇന്നന നർജു ഇല ഉറക്കെ കൈസി ഹൗലിക ലിൽ ആതശ് യൗമ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ الشفيع الابتهي
والحبيب العربي. ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ വെള്ളം കുടിച്ചാൽ പിന്നെ ജന്മത്തിൽ ഒരിക്കലും ദാഹമില്ല. ഇത് ശരിക്കും സ്വഹാബത്ത് എല്ലാം മനസ്സിലാക്കിയിരുന്നു. അവർ നബി തങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രമായി മദീന പള്ളിയിലേക്ക് പോയി. ഇൽമു പഠിക്കാനൊന്നും ആരും പോയിട്ടില്ല. നബിയുടെ അടുത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുക, അതിനവർ മദീനയിലേക്ക് പോയി, മദീന പള്ളിയിൽ പോയി. ആ ഇരുത്തം നഷ്ടപ്പെട്ടപ്പോൾ അവർ മദീനയോട് യാത്ര പറഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. സുഹബത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പിരിക്കുക എന്നാണ് അതിനർത്ഥം. നബിതങ്ങളോടൊപ്പം ഈമാനോടുകൂടി ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടുകയും മുഅ്മിനായി മരണപ്പെടുകയും ചെയ്ത ഒരു സഹാബിയുടെ അടുത്തേക്ക് 10,000 കൊല്ലം ഇബാദത്ത് ചെയ്ത സഹാബി അല്ലാത്ത ഒരാൾ എത്തൂല. അള്ളാന്റെ റസൂലിന്റെ കൂടെ ഭാര്യയായി കഴിഞ്ഞ ഒരു സ്ത്രീയെ, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ, നബിതങ്ങൾക്ക് ശേഷം മറ്റൊരാൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് ശരീഅത്തിന്റെ നിയമം. നബിതങ്ങളോടൊപ്പം ഭാര്യയായി താമസിച്ച ഒരാൾ മറ്റൊരാൾ വിവാഹം കഴിക്കുക എന്നത് കൊലപാതകവും അതുപോലെ ആത്മഹത്യക്ക് തുല്യവുമാണ് എന്നതിനാലാണ് ശരീഅത്ത് അത് നിരോധിച്ചത്. നബിൻ്റെ ഒപ്പം ഭാര്യയായി കഴിഞ്ഞ ഒരാൾക്ക് മറ്റൊരാളുടെ കൂടെ ഭാര്യയായി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശരീഅത്ത് അതിനെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒപ്പം ഇങ്ങനെ ഇരുന്നാൽ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഇങ്ങനെ വന്നു ചേരും. അങ്ങനെ സഹാബാക്കൾക്ക് എല്ലാവർക്കും ആ ഗുണമുണ്ടായി. നബി തങ്ങളുടെ ഒപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര ഐശ്വര്യങ്ങൾ വന്നു, ഭയങ്കര സ്നേഹവും വന്നു. അവരുടെ ശരീരപ്രകൃതിയിൽ തന്നെ നബി തങ്ങളോടുള്ള സ്നേഹം ഊട്ടപ്പെട്ടു. നല്ലൊരു പെരയാണ്, നല്ലൊരു പെര കയറ്റി പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് വയറിങ് ഒക്കെ കഴിഞ്ഞ് കുടിയിരിക്കാൻ നിൽക്കുമ്പോൾ നബിതങ്ങൾ വന്നിട്ട് ആ പെര അങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ കഴിയണം. അങ്ങനെ വരുമോ ചോദിക്കോ എന്നതല്ല പ്രശ്നം, ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയുമോ എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ നബിതങ്ങളുള്ള മഹബത്ത് നമുക്കുണ്ട് എന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് മഹബത്തില്ല. അള്ളാഹിൻ്റെ റസൂലിനോട് ഒരാൾക്ക് മഹബത്തുണ്ടായാൽ നബിതങ്ങളെ കണ്ടുങ്ങാണ്ട് മരിക്കാൻ പറ്റും. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് മദീന പള്ളിയുടെ മിനാരത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഉസ്മാനെ വെള്ളം വേണോ, ഉസ്മാനെ വെള്ളം വേണോ എന്ന് കേട്ടു. ആ സമയത്ത് നബിതങ്ങൾ ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ മദീന പള്ളിയുടെ മിനാരത്തിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചു ചോദിക്കുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി അതുകൊണ്ട് നോമ്പ് തുറന്ന് വഫാത്തായി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വളരെ പ്രതിസന്ധി ഉണ്ടായ ഒരു ഘട്ടത്തിൽ നബി തങ്ങളുടെ 2 മക്കളെ വിവാഹം ചെയ്തു എന്നതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. അബൂലഹബിന്റെ 2 മക്കളായിരുന്ന ഉത്ബത്തും ഉതൈബത്തും നബി തങ്ങളുടെ 2 മക്കളായിരുന്ന റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും വിവാഹം ചെയ്തിരുന്നു. അങ്ങനെ നബി തങ്ങൾ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ 2 മക്കളെയും ഒരേ സമയത്ത് അബൂലഹബ് വീട്ടിൽ കൊടുന്നാക്കി. അതിൽ ആദ്യം റുഖിയയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ റുഖിയ ബിവി റളിയല്ലാഹു അൻഹ വഫാത്തായി. ഉമ്മു കുൽസൂമിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു. അള്ളാഹിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, എനിക്കിനി ഒരു മകളും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാന് തന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. ഉമ്മു കുൽസൂം വഫാത്തായപ്പോൾ അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത വലിയൊരു സേവനം. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിട്ട് വഫാത്തായി. നബി തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ അസ്വസ്ഥരായ ധാരാളം സഹാബത്തിനെ കാണാൻ പറ്റും. സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു മദീനയിൽ. സെയ്ദ് ബിൻ മുഹമ്മദ്, അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന വിവരം സെയ്ദ് ബിൻ മുഹമ്മദ് അറിയുന്നത് തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഈത്തപ്പന മരത്തിൻ്റെ ചോട്ടിൽ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ വന്നിട്ട് പറഞ്ഞു, ഉപ്പാ തൂഫിയ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂല് വഫാത്തായിരിക്കുന്നു ഉപ്പാ എന്ന് പറഞ്ഞപ്പോൾ 2 കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് തോരുന്നു, അല്ലാഹുമ്മ അദ്ഹിബ് ബസരീ ഫലൻ അറാ ബഅദ ഹബീബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദാ.
അല്ലാഹുവേ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചെടുക്കണേ റബ്ബേ. അള്ളാന്റെ റസൂലിനെ കാണാൻ കഴിയില്ലെങ്കിൽ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഇനി ആരെയും കാണേണ്ടതില്ല റബ്ബേ. കണ്ണുപൊട്ടനെ കൊണ്ടുവരുന്നത് പോലെ തൻ്റെ മകൻ കയ്യും പിടിച്ചുകൊണ്ട് സെയ്ദ് ബിൻ മുഹമ്മദിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതാ മഹബത്ത്. അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭ്രാന്തം വന്നു. അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്നു പേരായ ഒരു ഭ്രാന്തം വന്നു. ഭ്രാന്തം വരുന്ന കണ്ടപ്പോൾ അല്ലാമ ശിബിലി എഴുന്നേറ്റിട്ട് ഗേറ്റിൻ്റെ അതുവരെ ചെന്ന് അയാളെ സ്വീകരിച്ച് കൊടുന്ന് ഇരുത്തിയിട്ട് പിന്നെ മൂപ്പർ എന്തൊക്കെ കുറേ വർത്താനം പറഞ്ഞു. മൂപ്പർ പോകുമ്പോൾ യാത്രയക്കും ചെയ്തു. ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദേ, ഇയാളെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടണത്? വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ. ബഗ്ദാദുകാർ ഇദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് പറയാറുണ്ടല്ലോ. ബഗ്ദാദുകാരൊക്കെ ഇയാൾക്ക് പിരാന്താന്നാ പറഞ്ഞത്, എന്തിനാ ഇയാൾ എങ്ങനെ കാട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട അല്ലാമ ശിബിലി പറഞ്ഞു, ഇതേ ചോദ്യം ഞാൻ മുമ്പൊരിക്കൽ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരിക്കൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ നബി തങ്ങൾ ദർസ് നടത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഒക്കെ ഉണ്ട്. ആ സദസ്സുക്ക് ഇയാളാണ് വന്നു. അള്ളാഹിൻ്റെ റസൂൽ ഇരിക്കണ ഭാഗത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അയാളെ സ്വീകരിച്ച് അടുത്ത് വന്നിരുത്തുകയും പോകുമ്പോൾ യാത്രയാക്കുകയും ചെയ്തപ്പോൾ ഞാൻ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതഫ്അലു ഹകദാ ബിഹാദാ വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ. എന്തിനാ അങ്ങനെയൊക്കെ കാട്ടുന്നത്? ബഗ്ദാദുകാർ ഇയാൾക്ക് പിരാന്താണെന്നാണല്ലോ പറയാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശിബിലി, ഇങ്ങക്ക് അറിയോ ഇയാളെ? ഖുർആനിൽ എൻ്റെ പേര് പറഞ്ഞ ഒരായത്തുണ്ട്. ഇൻ്റെ പേര് അതിലുണ്ട് എന്ന കാരണത്താൽ ഇയാൾ ദിവസവും ഓരോട്ട ആയത്തോതുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ കാട്ടാതിരിക്കുക? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. എല്ലാ ദിവസവും ഒരോട്ടം ഓതുണ്ട്. പിന്നെ എങ്ങനെ ഞാൻ അങ്ങനെ കാട്ടാതിരിക്കുക? ആദ്യം പറഞ്ഞ ആയത്തിൽ ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറയാം. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹരീസുൻ അലൈക്കും, നിങ്ങളോട് ഭയങ്കര അത്യാഗ്രഹമുള്ളവനാണ് എന്നാണ്. നമ്മളെ കാര്യത്തിൽ നമുക്കുള്ളതിനേക്കാൾ താല്പര്യം മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കാര്യത്തിൽ നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ താല്പര്യമുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആയത്ത് പറയണത്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ അത്യാഗ്രഹമാണ് നബി തങ്ങൾക്കുള്ളത്. നമ്മൾ നരകത്ത് പോവരുത് എന്ന് നമുക്ക് എത്ര ആഗ്രഹമുണ്ടോ അതിനേക്കാൾ ആഗ്രഹമാണ് നമ്മൾ നരകത്തിൽ പോവരുത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങളോടുള്ള മഹബത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. ഹുബ്ബിന് 10 ഘട്ടങ്ങളുണ്ട് എന്നാണ്. അതിലെ ഒന്നാമത്തെ ഘട്ടം കടന്നാൽ തന്നെ ഒരു മനുഷ്യൻ ഏറ്റവും നന്നാവും. ഇൽഫത്ത് എന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ ഘട്ടം. ഇൽഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നിക്കാഹിൻ്റെ സദസ്സിലൊക്കെ ചെന്നാൽ ഉസ്താദ്മാർ ദ്വാരക്കലുണ്ടല്ലോ, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിക്കുമാ കമാ അല്ലഫ്ത ബൈന ആദം വ ഹവ്വാ. ആദം ഹവ്വാ എന്നവരുടെ ഇടയിൽ ഇൽഫത്തുണ്ടാക്കിയതുപോലെ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇൽഫത്തുണ്ടാക്കണമെന്ന് ദ്വാരക്കാരുണ്ട്. ഇൽഫത്തുണ്ടായാൽ തന്നെ പിരിയാൻ കഴിയില്ലെങ്കിൽ 10ാം ഘട്ടം എത്തുമ്പോഴേക്കും എങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. 1ാം ഘട്ടത്തിലെത്തിയാൽ ഇൽഫത്താണ് മഹബത്തിൻ്റെ 1ാം ഘട്ടം. അർത്ഥം കൊണ്ട് നമ്മൾ മഹബത്ത് എന്ന് പറഞ്ഞെങ്കിലും മഹബത്തിൻ്റെ 4 ആയിരത്തേക്ക് നമ്മൾ എത്തണില്ല. 1ാം ഘട്ടം എത്തണമെങ്കിൽ തന്നെ ഇൽഫത്ത് എത്തണം. 6ാം ഘട്ടത്തിലാണ് മഹബത്ത് എന്ന് പറഞ്ഞിടത്തേക്ക് എത്തുള്ളൂ. 6ാമത്തെ ഘട്ടത്തിലാണ് എത്താം. തെയ്യം എന്ന് പറയുന്നതാണ് 10ാമത്തേത്. ലാലസ എന്നതിനെ മലയാളത്തിൽ പറയാം. സ്വന്തം എന്ന ഒന്നില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നോക്കിയാൽ കാണുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തും. അത് ഏറ്റവും വലിയ ദറജയാണ്. അവന് ഈ ലോകം കീഴ്പ്പെടും. അവൻ പറഞ്ഞാൽ പാറകൾ അംഗീകരിക്കും. ബാക്കിയുള്ളത് പിന്നല്ലേ. അവൻ പറഞ്ഞാൽ പാറ കേൾക്കും. ഇങ്ങനെ
ഹുബ്ബ് കൊണ്ടു നീ റബ്ബിൽ വിലയം ചെയ്തെങ്കിൽ ജന്മം പാലിച്ചടോ. ഹുബില്ലാതെ നീ രണ്ടു ജന്മം ലച്ചു കളയുന്നതെന്തടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ. കല്ലിലും കരിങ്കല്ലിലും ഒക്കെ കാലം തീർത്ത ജനത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ റഹ്മത്തിൽ ആക്കിയോർ നബി തങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ. എനിക്കും എൻ്റെ പൈതങ്ങൾ ഒക്കെ എല്ലാവർക്കും ഉമ്മാബാവയിൽ എണ്ണിയാലോടുങ്ങാത്ത സിറുകൾ ഏറെയുള്ള ശഫാഅത്തേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദുർ. തങ്ങളെ തൃക്കല്യാണത്തിൻ തോരണങ്ങളെ തൂക്കുമ്പോൾ തെന്നിന്നം പാടി കൈകൊട്ടിയാടി താളത്തിൽ എന്നെ ചേർക്കല്ലാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. പാപിയാം ഞാനും പാപങ്ങൾ പേറി പാരിടത്തിലഞ്ഞല്ലോ. പാലക നിന്റെ പാരിടത്തിൽ ഈ പാപി ഞാനും തുലഞ്ഞല്ലോ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹൂറികൾ തങ്ക നാരികൾ ഒക്കെ ഹു അല്ലാ പാടിയാടുമ്പോൾ ഹസ്ബി അല്ലാഹു ചൊല്ലി എന്നെ ഹയ്യവാനിയുറക്കല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ലാ ഇലാഹ. കള്ള് ഷാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിനെ മോഹിച്ചിട്ടോ. പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറുൽ ഈനെ നീ നച്ചിട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു കള്ള് ഷാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിനെ മോഹിച്ചിട്ടോ. പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറുൽ ഈനെ നീ നച്ചിട്ടോ. റബ്ബിനെ മാത്രം കൊള്ളടോ, മറ്റു എല്ലതും റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് എല്ലതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഹുബ് കൊണ്ട് നീ റബ്ബിൽ വിലയം ചെയ്തെങ്കിൽ ജന്മം പാലിച്ചടോ. ഹുബില്ലാതെ നീ രണ്ട് ലോകം തുലച്ചു കളയുന്നതെന്തടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطردا ولا محروما ألف بين قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور آمين برحمتك يا أرحم الراحمين. السلام عليكم. ഉസ്താദിനോടൊരു 2-3 ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. അതിന് ചെറിയ സമയം. ആരെല്ലാം കൈ നോക്കി ഇല്ലെങ്കിൽ ഉണ്ടോ? അസ്സലാമു അലൈക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ നമ്മൾ 2 പ്രാവശ്യം അമൽ നോക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. വേറെ സ്ഥലത്ത് കേട്ടെന്ന് പറഞ്ഞാൽ അവസാനം ഹൗദുൽ കൗസർ വെള്ളം കോരിത്തരാൻ നേരത്ത് ഒരു ഭാഗം വരുമ്പോൾ ആട്ടി ഓടിക്കും. അപ്പോൾ റസൂലിൻ്റെ ദീനിൽ പിന്നെ ഭിന്നിപ്പ് ഉണ്ടാക്കിയവരാണ് അവർ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി അപ്പോൾ അപ്പോഴാണ് അറിയണമെന്ന് പറയും. പിന്നെ എല്ലാ ദിവസത്തിലും 2 പ്രാവശ്യം വെളിവാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ദിവസവും തൻ്റെ ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന് പറഞ്ഞത്, ദിവസത്തിൽ 2 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന് പറഞ്ഞത് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നമ്മുടെ ചെറുദോഷങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ ആദ്യം ഉണ്ടാവണം. ഒരാളൊരു പെണ്ണിനെങ്ങനെ നോക്കിയാൽ 20,000 സാധനങ്ങളും ഒരേ സമയത്ത് കാണും. ഒരു പെണ്ണിനെ ഒരാളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് 20,000 സാധനങ്ങളെങ്കിലും കാണും. അതിൽ നിന്ന് സാധാരണയുള്ള കുറച്ച് ഡിലീഷനുകൾ, ഡിസ്റ്റോഷനുകൾ, ജനറലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയാണ് നോട്ട് ചെയ്യണത്. പക്ഷേ 20,000 തെറ്റ് തന്നെയാണ്. നമ്മൾ നോട്ട് ചെയ്തത് മാത്രമല്ല തെറ്റ്, 20,000 അങ്ങനെ നമ്മൾ ചെറുദോഷങ്ങൾ എണ്ണണം. അപ്പോഴാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പൊറുക്കലിനെ തേടിയിൽ എവിടെ എത്തുകയെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് അവൻ്റെ തെറ്റുകളെക്കുറിച്ചുള്ള ഗഫലത്താണ് എന്ന് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലും നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ ഇനിയും ബാക്കി ഉണ്ടാവും എന്നർത്ഥം. നമ്മൾ ഇനിയും ചെല്ലുന്നത് ബാക്കിയുള്ള സാധനമായിട്ട് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ശഫാഅത്ത് വീണ്ടും വേണ്ടി വരും. പിന്നെ അങ്ങനെയൊക്കെ ആയാലും നരകത്തിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി വീണ്ടും ശഫാഅത്ത് ചെയ്യേണ്ടി വരും. പിന്നെ ഹൗലിൻ്റെ അടുത്ത് നിന്ന് ആട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത് 4 വിഭാഗക്കാരെ പറഞ്ഞിട്ടുണ്ട്. ആ 4 വിഭാഗക്കാരെ ആരാന്ന് ചോദിക്കരുത്, എനിക്ക് ഓർമ്മയില്ല. ആ 4 വിഭാഗക്കാരെ ആട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരിഹസിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള കുറേ ആളുകളാണ്. അപ്പോൾ അവർക്ക് അതെന്തായാലും ഉണ്ടാവും. അത് ഇതൊക്കെ പുറത്താലും നമ്മുടെ അടുത്ത് ബാക്കി പിന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ തെറ്റുകളെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് മനുഷ്യൻ്റെ അടിസ്ഥാന തെറ്റ്. അതിലാണ് നമ്മളുള്ളത് എന്നർത്ഥം.